പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 എക്സസൈസ് സെറ്റ് 2.6 ആണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഡ്രോ ദ ഗ്രാഫ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ഓഫ് ലൈൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇൻ ഈച്ച് കേസ് റിഫ്ലക്റ്റ് ദ റോൾ ഓഫ് എ ആൻഡ് ബി. അപ്പോൾ ഓരോ കേസിലും എയുടെയും ബിയുടെയും റോൾ എന്താണ് എന്ന് നമ്മൾ പറയണം. അപ്പോൾ നോക്കിയാൽ നമുക്കിവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ y ഈസ് ഈക്വൽ ടു 4x, y ഈസ് ഈക്വൽ ടു 2x, y ഈസ് ഈക്വൽ ടു x. അപ്പോൾ ഇത് ഏത് ഇക്വേഷൻ്റെ ഫോമിലാണ്? ഈ ലൈൻസ് എല്ലാം ഏത് ഫോമിലാണ്? y ഈസ് ഈക്വൽ ടു ax എന്നുള്ള ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ലൈൻസ് എല്ലാം വന്നിട്ടുള്ളത്. y ഈസ് ഈക്വൽ ടു ax. ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ a ഈസ് 4, സെക്കൻഡ് ഇക്വേഷനിൽ a ഈസ് 2, തേർഡ് ഇക്വേഷനിൽ a ഈസ് 1. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ 3 ലൈൻസിൻ്റെയും ഗ്രാഫ് നമ്മൾ വരയ്ക്കണം. അപ്പോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് y ഈസ് ഈക്വൽ ടു 4x ആണ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എക്സിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു ax പ്ലസ് b ആണ്. ഇവിടെ b 0 വന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് y ഈസ് ഈക്വൽ ടു ax മാത്രം വന്നത് കേട്ടോ. b 0 ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഏതുവഴിയായിരിക്കും പാസ് ചെയ്യുന്നത്? ഒറിജിനിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ y എന്ത് വരും? y ഈസ് 0. എക്സ് 0 ആണെങ്കിൽ വൈയും 0 ആകും. ഈ ടേം ഫുള്ള് 0 ആയിപ്പോൾ. ഇനി ഞാനിവിടെ എക്സിന് 2 എന്ന് കൊടുക്കുന്നു. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ y എന്താവും? 4 2s are 8. അത് നമുക്ക് നമ്മുടെ പോയിൻറ്റ്സ് ഇങ്ങനെ കിട്ടി. ഇനി ഇത് നമുക്ക് ഈ ഗ്രാഫിൽ മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ വൈയും 0 ഒറിജിനിൽ വരും. ദാ ഇവിടെ വരും അല്ലേ, 0 0 വരും. അടുത്തത് എക്സ് 2 ആണെങ്കിൽ y ഈസ് 8. അപ്പോൾ അതാ നമ്മുടെ പോയിൻ്റ് ഇവിടെ വരും. ഇനി ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് നമ്മൾ വരയ്ക്കണം, ലൈൻ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഇത് y ഈസ് ഈക്വൽ ടു 4x എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ നമ്മൾ വരച്ചത്. ഇനി അടുത്തത് y ഈസ് ഈക്വൽ ടു 2x. y ഈസ് ഈക്വൽ ടു 2xന് നമുക്ക് പോയിൻറ്റ്സ് വേണം. അപ്പോൾ നമ്മൾ എക്സിന് 0 കൊടുക്കുന്നു. എക്സിന് 0 കൊടുത്താൽ y 0. അടുത്തത് എക്സിന് ഞാൻ 2 കൊടുക്കുന്നു. എക്സിന് 2 കൊടുക്കുമ്പോൾ y എന്താവും? 2 × 2 4. അപ്പം നിങ്ങൾ എക്സിന് ഏത് വാല്യൂ ആണോ കൊടുക്കുന്നത് അതിവിടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. ഫസ്റ്റ് എക്സ് 0 y 0 ഒറിജിനിൽ വരും. അടുത്തത് എക്സ് 2 y ഈസ് 4. അപ്പോൾ ഇവിടെ വരും, ഇതാ ഇവിടെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ്റെ ഗ്രാഫ്. y ഈസ് ഈക്വൽ ടു 2x. ഇനി അടുത്തത് y ഈസ് ഈക്വൽ ടു x. y ഈസ് ഈക്വൽ ടു x ആകുമ്പോഴും നമുക്ക് എന്ത് വേണം? പോയിൻറ്റ്സ് വേണം. അപ്പോൾ എക്സ് 0 ആയാൽ വൈയും 0 ആവും. എക്സ് 4 ആയാൽ വൈയും 4 ആവും. നമ്മൾ ഇച്ചിരി ദൂരത്തിലുള്ള പോയിൻറ്റ്സ് എടുക്കുന്നതായിരിക്കും ഗ്രാഫ് വരയ്ക്കാൻ നല്ലത് കേട്ടോ. ഫസ്റ്റ് 0 0 ഒറിജിനിൽ വരും. അടുത്ത 4ഉം 4ഉം വരും. അപ്പോൾ ഇവിടെ വരും, ഇതാ ഇവിടെ വരും. 4ഉം 4ഉം ഇവിടെ വരും. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെ വന്നു. ഇത് y ഈസ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഗ്രാഫാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഗ്രാഫിൽ എയുടെയും ബിയുടെയും റോൾ എന്താണ് എന്ന് നമ്മൾ പറയണം. അപ്പോൾ ഇവിടെ എല്ലാ ലൈൻസും പാസ് ചെയ്യുന്നത് ഏതുവഴിയാണ്? ഒറിജിൻ വഴിയാണ്. കാരണം എന്താ? ബി 0 ആണ്. അതുകൊണ്ട് നമ്മുടെ 3 ലൈൻസും പാസ് ചെയ്യുന്നത് ഏതുവഴിയാണ്? ഒറിജിനിൽ കൂടെയാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഓൾ ലൈൻസ് പാസസ് ത്രൂ ദി ഒറിജിൻ 0 0. കോർഡിനേറ്റ് 0, 0. കാരണം എന്താ? ബി ഈസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട്. ഇനി എന്താ? എയുടെ റോൾ എന്താ? എ ആണ് ഇവിടെ y ആക്സിസുമായിട്ട് എന്തോരം ക്ലോസ് ആയിട്ടാണ് നമ്മുടെ ഗ്രാഫ് നിൽക്കുന്നതെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ സ്റ്റീപ്നെസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എയുടെ വാല്യൂ ആണ്. അപ്പോൾ എന്തെഴുതാം? ദ വാല്യൂ ഓഫ് എ
എ എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പാണ് അല്ലേ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ എക്സസൈസ് കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദ വാല്യൂ ഓഫ് എ ഡിറ്റർമിൻസ് സ്റ്റീപ്നെസ്. അപ്പോൾ എ ലാർജർ ആണെങ്കിലോ എന്തായിരിക്കും? സ്റ്റീപ്പർ ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എ ഏതാണ്? ഏറ്റവും ലാർജർ ഏതാണ്? 4 ആണ് ഏറ്റവും കൂടുതൽ സ്റ്റീപ്പറായിട്ട് വന്നിട്ടുള്ളത്. വൈ ആക്സിസിനോട് ക്ലോസ് ആയിട്ട് കിടക്കുന്നത് ഏതാണ്? y = 4x ആണ്. ലാർജർ എ ആണ് വൈ ആക്സിസിനോട് കൂടുതൽ ക്ലോസ് ആയിട്ട് കിടക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. y = -6x, y = -3x, y = -x. ഇവിടെയും y ഏത് ഫോമിലാണ്? എക്സിൻ്റെ ഫോമിലാണ്. ഇവിടെ എല്ലായിടത്തും എന്താണ്? നെഗറ്റീവായിട്ടാണ് എ വന്നിട്ടുള്ളത്. ഇവിടെയും ബി എന്താണ്? ബി 0 ആണ് കേട്ടോ. ബിയുടെ ടേം നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ y = -6x. അപ്പോൾ നമ്മളിവിടെ എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് വൈക്കും വാല്യൂസ് കിട്ടും. അപ്പോൾ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈയും 0 ആയിട്ട് മാറും. ഇനി എക്സിന് ഞാൻ 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ വൈ എന്തായിട്ട് മാറും? -12 ആകും. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫിൽ -12 വരെ ഇല്ല, അതുകൊണ്ട് ഞാൻ 1 കൊടുക്കുന്നു കേട്ടോ. 1 കൊടുക്കുമ്പോൾ എന്താവും? -6 × 1 -6. y is -6. അപ്പോൾ ഇവിടും ബി 0 ആയതുകൊണ്ട് ഗ്രാഫ് ഇതുവഴിയായിരിക്കും? ഒറിജിനിൽ കൂടെ ആയിരിക്കും. ഒറിജിനിൽ വന്നു. ഇനി അടുത്തത് 1 കൊടുക്കുമ്പോൾ -6 ദാ ഇവിടെ വരും. കണ്ടോ? അപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങോട്ടാണ് വരുന്നത്? ഡൗൺവേർഡ്സിലേക്കാണ് വരുന്നത് അല്ലേ? സ്ലോപ്പ് ഡൗൺവേർഡ്സിലേക്കാണ്. കാരണം എന്താ? എ ഇവിടെ നെഗറ്റീവാണ് അല്ലേ? -6 ആയതുകൊണ്ട് നമ്മുടെ ഗ്രാഫ് ഡൗൺവേർഡ്സിലേക്കാണ് വരുന്നത്. നേരത്തെ ചെയ്തത് പോസിറ്റീവ് ആയിരുന്നത് കൊണ്ട് എങ്ങോട്ടായിരുന്നു? അപ്വേർഡ്സിലേക്കായിരുന്നു സ്ലോപ്പ് വന്നിരുന്നത് അല്ലേ? അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെ വരും. നിങ്ങൾ ഓരോ ഗ്രാഫുകളും വരയ്ക്കുമ്പോൾ ഇക്വേഷൻ അതിൻ്റെ കൂടെ എഴുതുക. y = -6x. ഇനി അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = -3x. ഇവിടെയും ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് വേണം. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ വൈയും 0 ആവും. ഇനി ഇവിടെ ഞാൻ എക്സിന് 2 കൊടുക്കുന്നു. എക്സിന് 2 കൊടുത്താൽ -3 × 2 -6. വൈ എന്താവും? -6 ആവും. ഇനി ഇവിടെ എന്താണ്? ഒറിജിനിലാണ് നമ്മുടെ ഒരു പോയിൻ്റ്. അടുത്തത് x2 വരുമ്പോൾ y -6 വരും. അപ്പോൾ എവിടെ വരും? ദാ ഇവിടെ വരും. 2 വരുമ്പോൾ -6 ഇവിടെ വരും. ഇനി നമ്മൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മുടെ ലൈൻ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങളിവിടെ ഇക്വേഷൻ എഴുതി വയ്ക്കുക. y = -3x. ഇനി അടുത്ത മൂന്നാമത്തത് y = -x. ഇവിടെ നമ്മൾ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നു. എക്സിന് 0 കൊടുത്താൽ y is 0. എക്സിന് 2 കൊടുത്താൽ y is -2 അല്ലേ? എക്സിന് നമ്മൾ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും? -2. y = -2 എന്നാവും. ഇനി ഒന്ന് ഒറിജിനൽ 0 അടുത്തത് 2 വരുമ്പം -2 വരും. ദാ ഇവിടെ വരും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിനി ഗ്രാഫ് വരയ്ക്കുന്നു. ഇങ്ങനെ വരും. y = എന്ത് വരും? y = -x. അപ്പോൾ നമ്മുടെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എങ്ങോട്ടാണ് വന്നത്? ഡൗൺവേർഡ്സിലേക്കാണ് വന്നത്. ഇവിടെ എല്ലാ ലൈൻസും പാസ് ചെയ്യുന്നത് ഒറിജിനിൽ കൂടെയാണ്. കാരണം എന്താ? ബി 0 ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഓൾ ലൈൻസ് പാസ് ത്രൂ ദി ഒറിജിൻ. 0, ഇനി അടുത്തത് എന്തെഴുതാം? -a മീൻസ് ഇവിടെ a നെഗറ്റീവാണ്, which means ലൈൻസ് സ്ലോപ്പ് ഡൗൺവേർഡ്സ്. ഇനി നമ്മൾ മുകളിൽ കണ്ടതുപോലെ തന്നെ ലാർജർ എയ്ക്ക് എന്താണ്? വൈ ആക്സിസിനോട് ക്ലോസ് ആയിട്ടിരിക്കും. ഇവിടെ നമ്മൾ നെഗറ്റീവ് സൈൻ നോക്കുന്നില്ല. എ ലാർജർ വരുന്നത് a = 6 വരുമ്പോഴാണ്. അതാണ് വൈ ആക്സിസിനോട് കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത്, കൂടുതൽ സ്റ്റീപ്പറായിട്ടുള്ള ലൈൻ. ഓക്കെ, അപ്പോൾ ലാർജർ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാർജർ എ സ്റ്റീപ്പർ ഡൗൺവേർഡ് സ്ലോപ്പ്.
ഓക്കെ, അപ്പോൾ ബി 0 ആണെങ്കിൽ ഒറിജിനിൽ കൂടെ ആയിരിക്കും. ബി ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് വൈ ആക്സിസിൽ ഇതുവഴിയാണ് ലൈൻ കട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ബി 0 ആയതുകൊണ്ട് ഒറിജിനിൽ കൂടെ ആയിരിക്കും. നെഗറ്റീവ് എ ആണ് എങ്കിൽ നമ്മുടെ സ്ലോപ്പ് ലൈനിൻ്റെ സ്ലോപ്പ് ഡൗൺവേർഡ്സിലേക്കായിരിക്കും. അതിൽ ലാർജർ എ സ്റ്റീപ്പർ ഡൗൺവേർഡ് സ്ലോപ്പ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഗ്രാഫ് നോക്കാം. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ ടു 5x, y ഈസ് ഈക്വൽ ടു -5x. ഇവിടെയും ഏത് ഫോമിലാണ്? y ഈസ് ഈക്വൽ ടു എ എക്സിൻ്റെ ഫോമിലാണ്. ബി 0 ആണ് അല്ലേ, ബി ഇവിടെ 0 ആണ്. ഇവിടെ ഒരു ഇക്വേഷനിൽ എ പോസിറ്റീവും ഒരു ഇക്വേഷനിൽ എ നെഗറ്റീവുമാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ വരും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും നമ്മുടെ ഗ്രാഫ് വരുന്നത് അല്ലേ. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവും ആയതുകൊണ്ട് ഒന്ന് അപ്വേഡിലേക്കും ഒന്ന് ഡൗൺവേഡിലേക്കുമായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പോയിൻറ്റ്സ് വരയ്ക്കണം. ഫസ്റ്റ് ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 5x. അപ്പോൾ പോയിൻറ്റ്സ് എക്സും വൈയും വരയ്ക്കുന്നു. എക്സിന് 0 കൊടുത്താൽ വൈയും 0 ആയിരിക്കും. ഇനി എക്സിന് ഞാൻ 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ y എന്താവും? 5 2s are 10. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഒന്നെങ്കിൽ 1 കൊടുക്കുക, 1 കൊടുത്താൽ 5 വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഓക്കെ നമുക്ക് 5 കൊടുക്കാം. ഞാൻ 9 വരെ ഉള്ളതേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 1 കൊടുക്കാം. എക്സിന് 1 കൊടുത്താൽ y ഈസ് 5. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് 0 0 ആണ്. ഇനി എക്സിന് 1 കൊടുക്കുമ്പോൾ y എന്താണ്? 5 ആണ്. ദാ ഇവിടെ വരും. ഇനി നമ്മളിതിൻ്റെ ലൈൻ വരയ്ക്കുക. ഇങ്ങനെ വരും. എന്നിട്ട് ഇക്വേഷൻ എഴുതുക, y ഈസ് ഈക്വൽ ടു 5x. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു -5x. ഇവിടെ നെഗറ്റീവ് എ ആണ് വരുന്നത്. അപ്പോൾ എക്സും വൈയും, എക്സിന് 0 കൊടുത്താൽ y 0 ആയിരിക്കും. എക്സിന് 1 കൊടുത്താൽ y എന്തായിരിക്കും? -5 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് 0 0 വരും. ഇനി എന്ത് ചെയ്യണം? y എക്സിന് 1, അപ്പം y ഈസ് -5. എവിടെ വരും? താഴേക്ക് വരും അല്ലേ, അതാ ഇവിടെ വരും. ഇനി ഇതിനെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഇത് y ഈസ് ഈക്വൽ ടു -5x. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. എനിക്കിതിൽ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യാതെ ഇരിക്കുന്നത്. ഇപ്പോൾ നോക്കിയേ, 2 ലൈൻസും പാസ് ചെയ്യുന്നത് ഇതുവഴിയാണ്, ഒറിജിനിൽ കൂടെയാണ് 2 ലൈൻസും പാസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. ബോത്ത് ലൈൻസ് പാസ് ത്രൂ ദി ഒറിജിൻ. ഇനി എന്ത് പറയാം? y ഈസ് ഈക്വൽ ടു 5x ആകുമ്പോൾ സ്ലോപ്സ് അപ്വേർഡ്സിലേക്കാണ് അല്ലേ, സ്ലോപ്സ് അപ്വേർഡ്സ്. ഇനി y ഈസ് ഈക്വൽ ടു -5x ആയപ്പോൾ സ്ലോപ്പ് എങ്ങോട്ടാ? സ്ലോപ്സ് ഡൗൺവേർഡ്സ്. ഇനി നോക്കിയേ, എയ്ക്ക് സെയിം മാഗ്നിറ്റ്യൂഡാണല്ലേ. എ എടുക്കുമ്പോൾ ഇവിടെയും 5 ആണ്, ഇവിടെയും 5 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നെഗറ്റീവ് നമ്മൾ മാറ്റി നിർത്തുന്നു. ഒന്ന് y ഈസ് ഈക്വൽ ടു ax, ഒന്ന് y ഈസ് ഈക്വൽ ടു -ax-ഉമാണ്. അപ്പോൾ എയുടെ വാല്യൂ രണ്ടിടത്തും എന്താണ്? 5 ആണ്. അപ്പം സെയിം മാഗ്നിറ്റ്യൂഡാണ് എയ്ക്കുള്ളത്. അതുകൊണ്ട് സെയിം സ്റ്റീപ്നെസ് ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ എന്ത് പറയാം? സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, സെയിം സ്റ്റീപ്നെസ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ കാണുക. അതിനകത്ത് ആ ഗ്രാഫ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് കാണുന്നവർക്ക് ഈ ഗ്രാഫൊക്കെ വരയ്ക്കാനും ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതൊക്കെ മനസ്സിലാക്കാനും കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ ടു 3x - 1, y ഈസ് ഈക്വൽ ടു 3x, y ഈസ് ഈക്വൽ ടു 3x + 1. ഇവിടെ നോക്കിയേ, ഇത് ഏത് ഫോമിലാണ്? y ഈസ് ഈക്വൽ ടു ax + bയുടെ ഫോമിലാണ് നമുക്ക് ഈ ഇക്വേഷൻസ് വന്നിട്ടുള്ളത്. ഇവിടെ എല്ലായിടത്തും a എന്താണ്? 3 ആണ് അല്ലേ, സെയിം സ്ലോപ്പാണ്. എ ആണ് നമ്മൾ സ്ലോപ്പായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും സെയിം സ്ലോപ്പാണ്, a ഈസ് ഈക്വൽ ടു 3. ഇനി ഫസ്റ്റ് ഇക്വേഷനിലോ സെയിം സ്ലോപ്പ് ആയതുകൊണ്ട് നമ്മുടെ ലൈൻസ് എങ്ങനെയായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, എങ്ങനെയായിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കും. ഇവിടെ ബി എന്താണ്? -1 ആണ്. ബി -1 ആയതുകൊണ്ട് എവിടെയായിരിക്കും ലൈൻ വരിക? ബിലോ ദി ഒറിജിൻ ആയിരിക്കും.
അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ബി ആണ് വൈ ആക്സിസിൽ എവിടെയാണ് നമ്മുടെ പോയിൻറ്റ്സ് വരിക എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇവിടെ ബി -1 ആയതുകൊണ്ട് ബിലോ ദി ഒറിജിൻ ആയിരിക്കും. ഇവിടെ ബി 0 ആണ് സെക്കൻഡ് ഇക്വേഷനിൽ. y = 3x ബി 0 ആണ്, അതുകൊണ്ട് ആ ലൈൻ ഒറിജിനിൽ കൂടെയായിരിക്കും. ഇവിടെ ബി +1 ആണ്, അതുകൊണ്ട് എബവ് ദി ഒറിജിൻ ആയിരിക്കും നമ്മുടെ ലൈൻ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കാതെ തന്നെ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് എന്ന് നമ്മുടെ ഇക്വേഷൻ നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം ഫസ്റ്റ് വണ്ണിൽ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി y = 3x - 1 ഇവിടെ നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ b ഉള്ളത് കൊണ്ട് എക്സിന് 0 കൊടുത്താൽ y 0 വരില്ല. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോവും. y എന്ത് വരും? -1 വരും. ഇനി ഞാൻ എക്സിന് 2 കൊടുക്കുന്നു. എക്സിന് 2 കൊടുത്താൽ ഇതെന്താവും? 3 × 2 6, 6 - 1 5. എക്സിന് 2 കൊടുത്താൽ y is 5. അപ്പോൾ നമുക്ക് എവിടെ മാർക്ക് ചെയ്യാം? എക്സ് 0, y is -1. നമ്മുടെ പോയിൻ്റ് ഇതാ ഇവിടെ വരും. അടുത്തത് എക്സ് 2 ആവുമ്പോൾ y is 5. അപ്പോൾ എവിടെ വരും? ഇതാ ഇവിടെ വരും. ഇനി നമ്മൾ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ലൈൻ. ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ ഈസ് y = 3x - 1. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇനി അടുത്തത് y = 3x. y = 3x ആകുമ്പോൾ എങ്ങനെ വരും? എക്സും വൈയും. എക്സിന് 0 കൊടുത്താൽ y 0. കാരണം എന്താണ്? b ഇവിടെ 0 ആണ്. ഇനി എക്സിന് ഞാൻ 2 കൊടുക്കുന്നു. എക്സിന് 2 കൊടുത്താൽ y 3 × 2 = 6. അപ്പോൾ ഇവിടെ ഒറിജിനിൽ വരും. ഇതാ ഇവിടെ വരും. പിന്നെന്താ? എക്സിന് 2 കൊടുത്താൽ y is 6. അപ്പോൾ ഇവിടെ വരും? ഇതാ ഇവിടെ വരും. ഇനി ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇത് y = 3x എന്നുള്ള ഗ്രാഫാണ്. ഓക്കെ, ഇനി അടുത്തത് y = 3x + 1. എക്സിനും വൈക്കും വാല്യൂസ് കൊടുക്കുന്നു. എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്താവും? ഈ ടേം 0 ആയിപ്പോൾ y = 1. ഇനി അടുത്തത് ഞാൻ എക്സിന് 2 കൊടുക്കുന്നു. അപ്പോൾ 3 × 2 = 6, 6 + 1 7, y 7 എന്ന് വരും. ഇനി ഇവിടെ b 1 ആയതുകൊണ്ട് ഒറിജിനിൽ കൂടെ അല്ല നമ്മുടെ ലൈൻ പോകുന്നത്. എക്സിന് 0 കൊടുക്കുമ്പോൾ y 1 വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ വരും അല്ലേ, ഒറിജിൻ്റെ എബവ് വരും. ഇനി എക്സിന് 2 കൊടുക്കുമ്പോൾ y is 7. നമ്മുടെ പോയിൻ്റ് ഇതാ ഇവിടെ വരും. നമ്മുടെ ഗ്രാഫ് ഇതാ ഇങ്ങനെ വരും. ഇത് y = 3x + 1 എന്നുള്ള ഗ്രാഫാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. നോക്കിയാൽ 3 ലൈൻസും എങ്ങനെയാണ്? പാരലലാണ്. 3 ലൈൻസും പാരലലാകാൻ റീസൺ എന്താണ്? എ എന്ന് പറയുന്ന സ്ലോപ്പ് സെയിം ആണ് വന്നിട്ടുള്ളത്, 3 ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ലൈൻസ് പാരലലാണ്. ഇനി നോക്കിയേ, ഇവിടെ ഫസ്റ്റ് വണ്ണിൽ b നെഗറ്റീവ് ആയിരുന്നു, അപ്പോൾ നമ്മുടെ ലൈൻ ബിലോ ഒറിജിൻ ആണ്. അടുത്തത് y = 3x, അപ്പോൾ എന്ത് വന്നു? ഒറിജിനിൽ കൂടെ വന്നു. y = 3x + 1, b 1 വന്നു. അപ്പം എബവ് ദി ഒറിജിൻ ആണ് ലൈൻ വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഈ റീസൺസ് നിങ്ങളിവിടെ എഴുതുക. അപ്പം ലൈൻസ് ആർ പാരലൽ. റീസൺ a = 3, സെയിം സ്ലോപ്പ് ആണ് അല്ലേ, അതുകൊണ്ട് ലൈൻസ് പാരലൽ ആണ്. ഇനി അടുത്തത് എന്ത് എഴുതാം? b -1 ആയപ്പോൾ എന്ത് സംഭവിച്ചു? ലൈൻ ബിലോ ഒറിജിൻ. b 0 ആയപ്പോൾ എന്ത് സംഭവിച്ചു? പാസസ് ത്രൂ ഒറിജിൻ. ഇനി b +1 ആയപ്പോൾ എന്ത് സംഭവിച്ചു? ലൈൻ എബവ് ഒറിജിൻ. മനസ്സിലായല്ലോ? ഞാൻ വളരെ വ്യക്തമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്തത് 5th ക്വസ്റ്റ്യൻ. y = -2x - 3, y = -2x, y = 2x + 3. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെയും ax + bയുടെ ഫോമിലാണ്. ഫസ്റ്റ് ഇക്വേഷനിൽ a ഈസ് -2, b ഈസ് -3. ഇവിടെ a ഈസ് -2, ഇവിടെ a 2. അപ്പോൾ നോക്കിയാൽ സ്ലോപ്പ് സെയിം ആണെങ്കിൽ ലൈൻസ് പാരലലായിരിക്കും അല്ലേ. അപ്പോൾ y = -2x - 3യും y = -2xൻ്റെയും ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ രണ്ട് ലൈൻസുകൾ തമ്മിൽ പാരലലായിരിക്കും. കാരണം ഇവിടെ സ്ലോപ്പ്
2 ആണ്. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ബി -3 ആയതുകൊണ്ട് നമ്മുടെ ലൈൻ പോകുന്നത് ഇതുവഴിയായിരിക്കും, ബിലോ ദി ഒറിജിൻ ആയിരിക്കും. തേർഡ് ഇക്വേഷനിൽ ബി പോസിറ്റീവ് ആയതുകൊണ്ട് എബവ് ദി ഒറിജിൻ ആയിരിക്കും. സെക്കൻഡ് ഇക്വേഷനിൽ ബി 0 ആയതുകൊണ്ട് ഒറിജിനിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി y = -2x - 3 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പോയിൻറ്റ്സുകൾ എഴുതുന്നു, എക്സും വൈയും. ഇനി എക്സിന് 0 ആണെങ്കിൽ ഈ ടേം ഫുള്ള് 0 ആയി പോവും. വൈ എന്ത് വരും? -3 വരും. ഇനി ഇവിടെ എക്സിന് ഞാൻ 4 എന്ന് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രാഫിൽ വരയ്ക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം കേട്ടോ. 4 വേണ്ട, നമുക്കൊരു 3 കൊടുക്കാം. ഓക്കെ, 3 കൊടുക്കുന്നു. 3 കൊടുക്കുമ്പോൾ 3 × -2 -6 - 3 -9. അപ്പോൾ നമ്മൾ പോയിൻറ്റ്സ് എക്സിന് 0 കൊടുത്താൽ y ഈസ് -3 വന്നു. അടുത്തത് എക്സിന് 3 കൊടുത്താൽ y ഈസ് -9. അപ്പോൾ അതാ ഇവിടെ വരും. ഇനി നമ്മൾ ഈ ലൈൻസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇത് y = -2x - 3 എന്നുള്ള ഗ്രാഫാണിത്. ഇനി അടുത്തത് y = -2x. ഇവിടെ എക്സും വൈയും, എക്സിന് 0 കൊടുത്താൽ വൈയും 0 ആയിരിക്കും. കാരണം എന്താ? ബി ഇവിടെ 0 ആണ് അല്ലേ, ബി നമുക്ക് തന്നിട്ടില്ല. ഇനി എക്സിന് ഞാൻ 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ വൈ എന്താവും? -2 × 2 -4. അപ്പോൾ ഇത് 0 0 ഒറിജിനിൽ വരും. ഇനി എക്സിന് 2 ആകുമ്പോൾ y ഈസ് -4. അപ്പോൾ ഇവിടെ വരും, ഇതാ ഇവിടെ വരും. ഇനി നമ്മൾ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. y = -2x. അപ്പോൾ ഇതാ നോക്കിയേ, ഇവിടുത്തെ a -2 ആയിരുന്നു, ഇവിടെയും a -2 ആയിരുന്നു. അതായത് സ്ലോപ്പ് സെയിം ആയിരുന്നു. അതുകൊണ്ട് ഈ രണ്ട് ലൈൻസും പാരലലായിട്ട് വന്നു. ഇനി തേർഡ് വൺ y = 2x + 3. ഇവിടെയും എക്സും വൈയും എടുക്കുന്നു. എക്സിന് 0 കൊടുത്താൽ y 3 വരും. ഈ ടൈം 0 ആയിപ്പോവും. ഇനി എക്സിന് ഞാൻ 1 കൊടുക്കുന്നു. അപ്പോൾ 2 + 3 5 വരും. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ y ഈസ് 3. നമ്മുടെ പോയിൻ്റ് ഇതാ ഇവിടെ വരും. അടുത്തത് എക്സ് 1 ആണെങ്കിൽ y ഈസ് 5. ഇതാ നമ്മുടെ പോയിൻ്റ് ഇവിടെ വരും. ഇനി ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെ വരും. ഇത് y = 2x + 3. അപ്പോൾ ഗ്രാഫിൽ നോക്കിയേ, ബി -3 ആയപ്പോൾ ബിലോ ദി ഒറിജിൻ വന്നു കണ്ടോ. ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ്സ് ഡിസ്റ്റൻസിലാണ് നമ്മുടെ ലൈൻ ഉള്ളത് y ആക്സിസിൽ. ഇനി ഇവിടെ ബി +3 ആയപ്പോൾ എബവ് ദി ഒറിജിൻ വന്നു. ഇതും ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ്സ് ഡിസ്റ്റൻസിലാണ് നമ്മുടെ ലൈൻ y ആക്സിസിൽ വന്നിട്ടുള്ളത്. ഇനി ബി 0 ആയപ്പോൾ കണ്ടോ, ഒറിജിനിൽ കൂടെയാണ് നമ്മുടെ ലൈൻ പോയിട്ടുള്ളത്. സ്ലോപ്പ് സെയിം ആകുമ്പോൾ ലൈൻസ് പാരലലായിരിക്കും. അപ്പോൾ എന്തൊക്കെ എഴുതാം? y = -2x + 3ഉം y = -2xഉം എന്താണ്? 2x ഹാവ് സെയിം സ്ലോപ്പ്. അതുകൊണ്ട് എന്താണ്? പാരലൽ ലൈൻസ് ആണ്. ഇനി y = 2x + 3 ഹാസ് പോസിറ്റീവ് സ്ലോപ്പ്. ഇതിന് രണ്ടും നെഗറ്റീവ് സ്ലോപ്പായിരുന്നു, ഇത് പോസിറ്റീവ് സ്ലോപ്പാണ്. അതുകൊണ്ട് എന്താണ്? ഡിഫറൻറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനി നമ്മൾ 5 ഗ്രാഫുകൾ വരച്ചു. ഈ 5ൻ്റെയും കൂടെ കൺക്ലൂഷനിൽ നമുക്ക് എന്ത് വരാം? എ കൺട്രോൾസ് സ്ലോപ്പ്. അതായത് എ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിലെ എ സ്ലോപ്പിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് സ്റ്റീപ്നെസ് ആൻഡ് ഡയറക്ഷൻ എ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ബി കൺട്രോൾസ് വെർട്ടിക്കൽ ഷിഫ്റ്റ്നെസ് അഥവാ വൈ ഇൻ്റർസെപ്റ്റ്. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ചാൽ വൈ ആക്സിസിൽ എവിടെയൊക്കെയാണ് നമ്മുടെ പോയിൻ്റ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ബി ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ എക്സസൈസ് 2.6 കഴിഞ്ഞു. ഇനി അടുത്ത എക്സസൈസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.